വേദപുസ്തകത്തിൽ തന്നെ യോഹന്നാൻ ശ്ലീഹ വീണ്ടും സുവിശേഷത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്, നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച ഒരു മഹാസ്നേഹം. അതൊരു സാധാരണ സ്നേഹമല്ല, ത്യാഗമാണ്. കാരണം ദൈവം സർവ്വവ്യാപിയാണല്ലോ. സർവ്വവ്യാപിയായവൻ ഒരു കുഞ്ഞായി മാറുന്ന, ദൈവപുത്രനായി മാറുന്ന വലിയ അനുഭവം തീർച്ചയായിട്ടും ത്യാഗമാണ്. നമുക്ക് മനസ്സിലാകാത്തതാണ്, പക്ഷേ അത് സാധിച്ചു എന്നുള്ളത്. അതെന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ only to save us, നമ്മെ രക്ഷിക്കാൻ. നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് കരുണ നൽകുന്ന ഒരു ദൈവമുണ്ട്. ഇന്നിവിടെ പാടിയ പാട്ടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാണ്. പ്രാർത്ഥനാ ഗാനവും തൊട്ടു പിന്നാലെ പാടിയ പാട്ടുമെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എന്താ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു വീണത്. അത് നമ്മൾ 33 വർഷം കണ്ട്, അതിൽ പ്രധാനമായും അവസാനത്തെ 3 വർഷം നല്ലതുപോലെ കണ്ടു. വിശുദ്ധ വേദപുസ്തകത്തിൽ അത് വളരെ ഭംഗിയായി വിവരിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. നിങ്ങൾക്കറിയാം, കർത്താവ് പരീശന്മാരോടും ചുങ്കക്കാരോടും അപ്പം വർത്തമാനം പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ഭാഷയിലൊന്നും പറയുകയാണ്. അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. അത് കണ്ടപ്പം എന്നെ പോലെയൊക്കെയുള്ള ചില ആളുകൾ തീർന്നുകൊടുത്തു. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ തീർന്നുകൊടുത്ത് കഴിഞ്ഞപ്പോൾ കർത്താവ് അവരോട് 3 ഉപമകൾ പറഞ്ഞു. ഒന്നിന് പിന്നാലെ മറ്റ് 2 ഉപമകൾ കൂടി. ഒരു കാണാതെ പോയ ആടിൻ്റെ ഉപമ, തൊട്ട് പിന്നാലെ കാണാതെ പോയ ദ്രഹ്മയുടെ ഉപമ, അതിനുശേഷം 3-ാമതായി മുടിയനായ പുത്രൻ്റെ ഉപമ. അങ്ങനെ 3 അധ്യായത്തിൽ തന്നെ കേടപ്പെടുന്നു. ഇത് 3ഉം എടുത്തു കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. എനിക്കൊന്നിനെയും നഷ്ടപ്പെടാൻ പാടില്ല. ഒരാൾ പോലും ഒന്നുപോലും എനിക്ക് നഷ്ടപ്പെടരുത്. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. കാരണം നമ്മെ ദൈവം തൻ്റെ ഛായയിൽ, തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. അതുകൊണ്ട് ദൈവം ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ഉറച്ചു തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്തു വന്ന് നമ്മോടൊപ്പം ജീവിച്ച് നമ്മെ തൻ്റെ ഭാഗമാക്കി മാറ്റി. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഇവിടെ ഇരിക്കുന്നവർ പല മതങ്ങളിലും പല സമുദായങ്ങളിലൊക്കെ പെട്ടവരാണ്. എങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, കുറച്ച് പേര് ചേർന്ന് ഒരു സ്ത്രീയെ പിടിച്ച് ക്രിസ്തുവിന് മുമ്പായി കൊണ്ടു നിർത്തി. എന്നിട്ട് ഇവിടെ മഹാകുഴപ്പക്കാരിയാണെന്ന് ക്രിസ്തുവിനോട് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ കല്ലെറിയണം എന്ന് എല്ലാവരും കൂടെ നിർബന്ധിച്ചു. ക്രിസ്തുവിന് മുമ്പായാണ് അവരുടെ ഈ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത്. ഒരുപാട് നിർബന്ധിച്ചു. ഇവിടെ കല്ലെറിയണം, ഇവിടെ കൊന്നുകളയണം എന്നൊക്കെ നിർബന്ധിച്ചു. അപ്പോൾ ക്രിസ്തു ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരവും മിണ്ടിയില്ല. ഒരക്ഷരവും മിണ്ടാതെ ഇങ്ങനെ കാലുകൊണ്ട് പതുക്കെ തറയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു, വരച്ചുകൊണ്ടിരുന്നു. കാലിൻ്റെ വിരലുകൊണ്ട് വരച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ക്രിസ്തു ആരുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു, നിങ്ങളിൽ പാവമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവളെ കല്ലെറിയട്ടെ. ഈ കൂട്ടത്തിൽ ഉള്ളതിൽ പാവമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് ക്രിസ്തു തല ഉയർത്തി നോക്കിയപ്പോൾ ആ സ്ത്രീ അല്ലാതെ അവിടെ വേറെ ഒരാളെയും കണ്ടില്ല. പാപികളെ ചേർത്ത് നിർത്തുന്ന ഒരു ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. അതാണ് ക്രിസ്മസിൻ്റെ അർത്ഥവും. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ അർത്ഥവും അതുതന്നെയാണ്. പാപികളെ ചേർത്ത് നിർത്തുന്ന ഒരു ക്രിസ്തു. അതിൻ്റെ കാരണം നമ്മളെല്ലാവരും ഒരുപാട് മൂല്യമുള്ളവരാണ്, ഭയങ്കര വിലയുള്ളവരാണ്. ദൈവസൃഷ്ടിയിൽ ഏറ്റവും വിലയുള്ളത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ കഥയൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിന്തയിൽ വന്യമൃഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം, മനുഷ്യനേക്കാൾ കൂടുതൽ പ്രാധാന്യം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. മൃഗങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ആർക്കും കൊടുക്കരുത് എന്നൊരു ചിന്ത നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ ഇപ്പോൾ അത് ഇച്ചിരി കൂടിയിട്ടുണ്ട്. മനുഷ്യനേക്കാൾ കൂടുതൽ പ്രാധാന്യം മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ആയിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടുകളിൽ പോലും അത് തുടങ്ങിയിട്ടുണ്ട്.
അതുകൊണ്ടാണല്ലോ ഈ മനുഷ്യരിരിക്കുന്ന ഇട്ട് വട്ടിയെ കയറ്റി ഇരുന്നതിനൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ കർത്താവിൻ്റെ കണ്ണിൽ മൃഗത്തിൻ്റെ സ്ഥാനവും മനുഷ്യൻ്റെ സ്ഥാനവും മനുഷ്യന് ഏറ്റവും വലിയ മൂല്യം. ദൈവസൃഷ്ടിയിൽ വളരെ പ്രഷ്യസ് ആയിരിക്കുന്നത് മനുഷ്യനാണ്. കാരണം മനുഷ്യൻ തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാത്തിൻ്റെയും കാര്യവിചാരകത്വം നൽകിയിരിക്കുന്നത് നമുക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ആ കാര്യവിചാരകത്വം ചിലപ്പോൾ നഷ്ടമായി പോകുന്നതുകൊണ്ടാണ് നാമൊക്കെ വല്ലാതെയായി മാറുന്നത്. അപ്പോൾ ആ വല്ലാതെയായി മാറുന്ന അനുഭവത്തിൽ നിന്ന് നമ്മെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു കാൽവരി ക്രൂശിൽ പരമയാഗമായി മാറിയത്. ക്രിസ്മസിൻ്റെ യഥാർത്ഥ അർത്ഥം ക്രിസ്മസിൽ തന്നെ നിൽക്കുന്നില്ല. പിന്നെയോ ആ ക്രിസ്മസിൽ തുടങ്ങുന്ന ഒരു യാത്ര, അതൊക്കെ കാൽവരി ക്രൂശിൽ ചെന്ന് അവിടെ നിന്ന് ഉത്ഥിതനാകുന്ന ഒരു ക്രിസ്തുവുണ്ട്. അവിടെയാണ് യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ യഥാർത്ഥ അർത്ഥം കാണുന്നത്. ഇവിടെ വസിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അധികം ഒന്നും മിണ്ടിയില്ലെങ്കിലും മിണ്ടിക്കോ, കുഴപ്പമില്ല. അത് ശ്രീനാഥ് സാറ് പറയുന്ന റൂൾ അനുസരിച്ചൊക്കെ നിങ്ങൾ വേണം, അത് ചെയ്തോണം. പക്ഷെ അതേസമയം തന്നെ നിങ്ങൾ വല്ലപ്പോഴൊക്കെ പരസ്പരം ഒന്ന് നോക്കണം. അന്യോന്യമുള്ള നോട്ടം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്യോന്യമുള്ള കരുതൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന സഹോദരൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ആ സഹോദരനിലൂടെ ക്രിസ്തുവിൻ്റെ ഭാവങ്ങൾ കാണുവാനായിട്ട് ഇടയാകും. അത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സഹോദരൻ്റെ മുഖത്ത് നാം നോക്കുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ മുഖം നാം ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തീരും നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും, നമ്മുടെ എല്ലാം അവിടെ തീരും. അഥവാ നാം പ്രതിസന്ധിയിലാണെങ്കിൽ പോലും നമുക്കവിടെ ഒരു ആത്മധൈര്യം ഉണ്ടാകും. എന്നെ കരുതുവാൻ ഒരാളുണ്ട്, അവൻ സർവേശ്വരൻ്റെ സന്തതിയാണ് എന്ന ഒരു ചിന്ത രൂപപ്പെട്ട് കഴിയുമ്പോൾ നാം അവിടെ വലിയ ആളായി മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. പറയുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ദൈവസനയിൽ തുല്യരാണ്. ദൈവം ഒരുക്കിയിരിക്കുന്ന പരിപാലനവും ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയുമെല്ലാം നമുക്കെല്ലാവർക്കും തുല്യമായി ലഭിക്കേണ്ടതാണ്. തുല്യമായി ലഭിക്കേണ്ടതിൻ്റെ ഒരാഘോഷമായിട്ട് വേണം ക്രിസ്മസിനെ നാം കാണുവാൻ. അവിടെ നിന്നാണ് ബാക്കിയുള്ള നന്മകളെല്ലാം രൂപപ്പെട്ട് വരുന്നത്. ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനം, അതുവഴി സമാധാനവും സ്നേഹവും പ്രത്യാശയും ഒക്കെ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും മനോഹരമായ ക്രിസ്മസ് ദിനങ്ങൾ ഞാൻ ആശംസിക്കുന്നു. സെഹിയോൻ മാർത്തോമ പള്ളിയെയും അവിടുത്തെ സുവിശേഷ സംഘത്തെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രതീഷ് അച്ഛനെയും അച്ഛന് കൂടെയുള്ള സഹോദരങ്ങളെല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛന് തുമ്പോൺ ഇവിടെ വരെ വന്നപ്പം കൂട്ടിനായിട്ട് വന്നിരിക്കുന്നതിന് മറ്റ് 2 വൈദികരുള്ളതായ സ്നേഹവും ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവസ്നേഹം നിങ്ങളിലൂടെ വളരട്ടെ. ഇവിടെ നല്ല മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഗോസ്പൽ ടീമിനുള്ളതായ സ്നേഹവും ഞാൻ ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുന്നു. ശ്രീരാം സാറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീം അംഗങ്ങളും ഇവിടെ ഉള്ളത് ദൈവമക്കളാണ് എന്ന ബോധ്യത്തിൽ എല്ലാവരെയും പരിപാലിച്ച് മുന്നോട്ട് പോകുന്നത് കാണുന്നത് സന്തോഷത്തോടെ കാണുന്നു. ഇവിടെ ഉള്ളവരെല്ലാവരും അതനുസരിച്ച് ഞങ്ങൾ ദൈവമക്കളാണ് എന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും സ്വർഗത്തിലെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.